ഗംഗണപതേ നമഃ. ഗംഗണപതേ നമഃ. ഗംഗണപതേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ കൃഷ്ണ മഹായോഗി ഭക്താനാഭയങ്കരം ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമായ. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായി രാമായ വിദ്മഹേ ആത്മാരാമായ തന്നോ ഭാവ പ്രചോദയാത്. സായിരാം. ഇത്തരം ശാശ്വതാനന്ദം നേടുന്നതിന് വഴികളായി ബാബ കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ യോഗങ്ങളെ കുറിച്ച് പ്രസംഗിക്കുകയും പ്രബന്ധം എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബാബ മുൻസ്ഥാനം നാമസ്മരണയ്ക്ക് നൽകുന്നു. എല്ലാ മത്സരങ്ങളെയും അവസാനിപ്പിക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. ഈ മൂന്ന് സമ്പ്രദായങ്ങളെയും ഒത്തൊരുമിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബാബ പറയുന്ന ഇതാണ്: ഞാൻ കർമ്മം, ഭക്തി, ജ്ഞാനം എന്നീ യോഗങ്ങൾ വെവ്വേറെയാണെന്നോ 1, 2, 3 എന്നീ തരങ്ങളിൽ പെട്ടതാണെന്നോ മൂന്നിന്റെയും മിശ്രം സ്വീകരിക്കണമെന്നോ പറയുന്നില്ല. കർമ്മം തന്നെ ഭക്തിയാണ്, ഭക്തി തന്നെ ജ്ഞാനമാണ്. ഒരു കഷ്ണം ഹൽവയിൽ മാധുര്യം, ആകൃതി, ഹൽവയ്ക്ക് മാധുര്യം, ആകൃതി, തൂക്കം ഇവ മൂന്നുമുണ്ട്. അതുകൊണ്ട് ഈശ്വരനിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരാളുടെ ഓരോ പ്രവർത്തനത്തിലും ഭക്തിയുടെ മാധുര്യവും കർമ്മത്തിന്റെ ആകൃതിയും ജ്ഞാനത്തിന്റെ ഭാരവും വേണം. ജ്ഞാനം ഭക്തിയുടെ ഫലമാണ്. ഭക്തി കർമ്മം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും ധന്യമായ കർമ്മം നാമസ്മരണ, ജപം, ധ്യാനം എന്നിവയാകുന്നു. അഗാധവും നിരുപാധികവുമായ ഭക്തി ഒരുവനെ സാലോക്യമുക്തിയിൽ നിന്ന് സാമീപ്യമുക്തിയിലേക്കും അവിടെ നിന്ന് സാരൂപ്യമുക്തിയിലേക്കും നയിക്കുന്നു. ഇതാണ് ഭക്തിശാസ്ത്രത്തിന്റെ അന്ത്യഫലം. എന്നാൽ ഇതാണ് പരമോച്ച സ്ഥിതി എന്ന അദ്വൈത സിദ്ധാന്തം സമ്മതിക്കില്ല. ഒരാൾക്ക് സാരൂപ്യമുള്ളത് കൊണ്ട് മാത്രം, ഈശ്വരന്റെ രൂപമുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് ഈശ്വരനുള്ള സൃഷ്ടിസ്ഥിതി ലയ ശക്തികൾ ഉണ്ടെന്ന് ധരിക്കാമോ? വ്യത്യാസത്തിന്റെ നേരിയ രേഖകൾ കൂടി മാഞ്ഞു പോകുമ്പോൾ മാത്രമേ ഐക്യം സ്ഥാപിതമാകൂ. വലിയൊരു തത്വമാണ് പറഞ്ഞിട്ടുള്ളത്. ശാശ്വതാനന്ദം കാരണം നമ്മൾ ആത്മജ്ഞാനം നേടുന്നതിന് 3 വഴികൾ: കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഈ യോഗങ്ങളെ കുറിച്ച് ഭഗവാൻ ധാരാളം സംസാരിക്കലുണ്ട്, ധാരാളം പ്രഭാഷണം നടത്തുന്നു, ധാരാളം ഭഗവാൻ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ ഏറ്റവും മുന്നിലെ സ്ഥാനം കൊടുക്കുന്നത് നാമസ്മരണയ്ക്കാണ്. നാമസ്മരണ ഭക്തിമാർഗത്തിൽപ്പെട്ടതാണല്ലോ. എല്ലാ മത്സരങ്ങളെയും അവസാനിക്കാൻ ആണ് ബാബ വന്നിരിക്കുന്നത്. ഇതിൽ ഭഗവാൻ എന്താ വെച്ചാൽ ഈ 3 ഇതിൽ ഏതാ വലുത്, ഏതാ ചെറുത് എന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സ്വാമി എപ്പോഴും സംസാരിക്കാറുണ്ട്. ഈ 3 സമ്പ്രദായങ്ങളും ഒത്തൊരുമിച്ചുണ്ടാവുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് സ്വാമി പറയണത്. കർമ്മം, ഭക്തി, ജ്ഞാനം അത് വേറെയാണെന്ന്, അല്ലെങ്കിൽ ജ്ഞാനമാണ് വലുത്, അല്ലെങ്കിൽ കർമ്മമാണ് വലുത്, അല്ലെങ്കിൽ ഭക്തിയാണ് വലുത്, ജ്ഞാനം 2ാമത്തെ ഭാഗമാണ്, ഭക്തി 3ാമത്തെ ഭാഗമാണ്, ഇങ്ങനെയൊന്നും തരത്തിൽപ്പെടുത്താൻ ഭഗവാൻ ഇഷ്ടമല്ല. ഇനി അല്ലാതെ 3ന്റെയും മിശ്രമാണെന്നാണോ? അതുമല്ല. സ്വാമി പറയണത് കർമ്മമാണ് ഭക്തി, ഭക്തി തന്നെയാണ് ജ്ഞാനം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കിടക്കുന്ന കാര്യങ്ങളാണ്. ഏത് മാതിരി വെച്ചാൽ നല്ലൊരു അലുവക്കഷ്ണത്തിന്റെ മാതിരി. ആ അലുവക്കഷ്ണത്തിന് അത് മാധുര്യമാണ്, അതിനൊരു ആകൃതി ഉണ്ടാവും, ഒരു തൂക്കവും ഉണ്ടാവും. ഇത് 3 ഉള്ളപ്പോഴല്ലേ അതിനെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുള്ളൂ. അതേമാതിരി നമ്മൾക്ക് ജ്ഞാനത്തിന്റെ ഭാരം വേണം. ജ്ഞാനം ഭക്തിയുടെ ഫലമാണ്, ഭക്തി കർമ്മം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ധന്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കർമ്മം, നാമസ്മരണയാണ്, ജപം, ധ്യാനം. ഈ 3 നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ നിരുപാധികമായിട്ടുള്ള ഭക്തി, ജപധ്യാനങ്ങളിൽ നാമസ്മരണയോട് കിട്ടുന്ന ഭക്തി ഒരാളെ സാലോക്യമുക്തിയിൽ നിന്ന് സാമീപ്യമുക്തിയിലേക്ക് എത്തിക്കും. സഗുണബ്രഹ്മത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്തിക്കും, ഇഷ്ടദേവന്റെ അടുത്തേക്ക് എത്തിക്കും.
അങ്ങനെയാണ് ഭക്തിശാസ്ത്രം അവിടെയാണ് എത്തിക്കുക. എന്നാൽ അത് അദ്വൈത സിദ്ധാന്തത്തിലെ ആ തലത്തിലേക്ക് എത്തില്ല. ആ സാരൂപ്യത്തിലെത്തിയത് കൊണ്ട് മാത്രം, ഈശ്വരന്റെ രൂപം അയാളുടെ ഉള്ളിലുണ്ട്, അതയാൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്ക് ഈശ്വരനിലുള്ള ആ സൃഷ്ടിസ്ഥിതി കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ? അത് ഈ വ്യത്യാസത്തിന്റെ ജ്ഞാനവും കർമ്മവും ഭക്തിയായിട്ടുള്ള വ്യത്യാസത്തിന്റെ ചെറിയ ആ ഒരു പരിധികൾ കൂടെ ഇല്ലാണ്ടാവണം, മാഞ്ഞു പോകണം. എന്നാ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാല്, നമ്മളിപ്പോ ഉള്ളിലെ ഭക്തിമാർഗത്തിൽ കൂടെ, അങ്ങേയറ്റത്തെ ഭക്തിയിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ആ സഗുണഭാവത്തിലേക്ക് നമ്മൾ ചേർന്ന് നിന്നെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അദ്വൈത ഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. ശരിക്ക് ഒരു ദ്വൈതഭാവത്തിന്റെ രീതി തന്നെയാണ്. അദ്വൈത ഭാവത്തിലേക്ക് എത്തുമ്പോൾ അത് ജ്ഞാനമായിട്ട് മാറി. കാരണം ആ ഇഷ്ടദേവൻ തന്നെയാണ് ഞാനെന്ന്, അല്ലെങ്കിൽ ആ ഇഷ്ടദേവനാണ് ആത്മാവെന്ന് എല്ലാം ആ ചെറിയൊരു വേർതിരിവുണ്ട്, ചെറിയ ഒരു കർട്ടൻ ഇട്ട മാതിരി. അതിനങ്ങോട്ട് മാറുമ്പോൾ മാത്രമാണ് ആ ശരിയായിട്ടുള്ള ആ ആത്മഭാവത്തിലേക്ക് നമുക്ക് എത്തും. അതാണ് ഈ മൂന്നും കൂടിയുള്ളതിന്റെ ഒരു ചെറിയ വ്യത്യാസം. കർമ്മങ്ങൾ ചെയ്ത് നാമജപവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇഷ്ട സ്വരൂപനായിട്ടുള്ള ഭഗവാനെ, ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇഷ്ടസ്വരൂപമായിട്ടുള്ള ഭഗവാനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. സാമീപ്യം തൊട്ടടുത്ത് കാണാൻ നമുക്ക് കഴിയും. പക്ഷെയോ അത് ഞാൻ ആണ് അത് എന്ന അത് ജ്ഞാനഭാവത്തിൽ കൂടെ മാത്രം, ആ ജ്ഞാനം വരുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് മൂന്നും ശരിക്കും പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നതാണ്. അത് വേറെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തിയറിയാണ് ഇപ്പോൾ ഇവിടെ സ്വാമിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വിവരണം. ഇത് വേറെ ആചാര്യന്മാരൊന്നും ഈ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് ഭഗവാന്റേതായ ഒരു രീതിയാണ്. ഇനി ഇത് വേറെ രീതിയിൽ ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അത് അങ്ങനെയുള്ള ഒരു ഇത് വായിക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഏതായാലും ഇത് വല്ലാത്തൊരു വളരെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുള്ള ഭഗവാന്റെ ഒരു ആഖ്യാനമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സായുജ്യം വരുമ്പോൾ അതിന് കഴിയൂ. അത് ദൈവകാരുണ്യത്താലേ കൈവരൂ. ശ്രമത്തിന്റെ ഫലമായി അതിന് അവകാശപ്പെട്ടുകൂടാ. ഭക്തന് ബ്രഹ്മജ്ഞാനം നൽകാൻ ഈശ്വരന് കഴിയും. പുരുഷനും പ്രകൃതിയും രണ്ട് വിഭിന്ന സ്ഥിതികളല്ല. അദ്ദേഹത്തിന് സ്വയം മൂടാൻ ഉപയോഗിച്ച് പടത്തെ നീക്കാൻ കഴിയും. ഒരു വസ്തുവും അതിന്റെ പ്രകൃതിയും ഒന്നു തന്നെ, രണ്ടല്ല. വസ്തുവിൽ നിന്ന് അകന്ന് പ്രകൃതിയെയോ, പഞ്ചസാരയിൽ നിന്ന് അതിന്റെ മാധുര്യത്തെയോ, സൂര്യനിൽ നിന്ന് അകന്ന് അതിന്റെ വെളിച്ചത്തെയോ കാണുക സാധ്യമാണോ? അതുപോലെ ഭഗവാന് രണ്ട് പ്രകൃതികളുണ്ട്. അവയെ വെവ്വേറെ രണ്ടായി പ്രതിപാദിക്കുമ്പോൾ പുരുഷൻ എന്നും പ്രകൃതി എന്നും പറയുന്നു. പക്ഷെ രണ്ടും ഒന്നു തന്നെ. ഭഗവാനിലെ പ്രകൃതി പ്രകടിതമല്ല, വേർതിരിക്കപ്പെടാവുന്നതല്ല, അനുഭവം കൊണ്ട് മാത്രം ജ്ഞേയമാണ്. പഞ്ചസാരയിലെ മാധുര്യം പോലെ വെറും സങ്കല്പത്താൽ ഈ പ്രകൃതി ഭഗവാനെന്ന് വളയുന്നു. ഈ പ്രകൃതി ഭഗവാനെന്ന് പറയുന്നു. അതിന്റെ ഫലമാണ് പ്രപഞ്ചം. ആ ഒരു പരമാത്മാവാണ് സർവ ബ്രഹ്മാണ്ടത്തിന്റെയും വ്യക്തിയുടെയും അടിസ്ഥാനം. അതായത് ഘടകങ്ങളുടെയും അവ ചേർന്ന് യൗകികത്തിന്റെയും അടിസ്ഥാനം പരമാത്മാവാണ്. ഇന്ദ്രിയഗോചരമായ ബ്രഹ്മാണ്ടം ആവിർഭവിച്ചത് ഇന്ദ്രിയാതീതമായ വിഭജിക്കപ്പെടാനാവാത്തല്ലാത്ത പരബ്രഹ്മത്തിൽ നിന്നാകുന്നു. എന്നാലും ആ പരബ്രഹ്മത്തിൽ ഇതിനാൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. സായുജ്യം എന്ന് പറയുമ്പോൾ ആത്മഭാവവുമായി കൂടിച്ചേരുക, അല്ലെങ്കിൽ നമ്മൾ ആ സഗുണഭാവത്തിലുള്ളതായ ആ ഈശ്വര സ്വരൂപം ഇഷ്ടദേവനുമായിട്ട് നമ്മൾ കൂടി ഒന്നാണെന്ന ഭാവത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് സായുജ്യം വരുള്ളൂ, മോക്ഷം വരുള്ളൂ. അത് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടൊന്നും കിട്ടാൻ പ്രയാസം. ഈശ്വരന്റെ കാരുണ്യം തന്നെ വേണം, അനുഗ്രഹം തന്നെ വേണം ബ്രഹ്മജ്ഞാനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ അവിടെ പുരുഷനും ഈ പരബ്രഹ്മവും പ്രകൃതിയും രണ്ട് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അത് ഭഗവാൻ വിചാരിച്ചാലാണ് നമുക്ക് അതിനെ രണ്ടാണെന്ന് തോന്നുന്നതായിട്ടുള്ള അജ്ഞാനത്തെ നീക്കാൻ സാധിക്കുള്ളൂ. ശരിക്ക് ഒരു വസ്തു അതിന്റെ പ്രകൃതിയും ഒന്നു തന്നെയാണ്, രണ്ടല്ല.
വസ്തുവിൽ നിന്ന് അകന്നിട്ട് പ്രകൃതിയെ, കാരണം പഞ്ചസാരയിൽ നിന്ന് അകന്ന് മാധുര്യത്തെ കാണാൻ പറ്റും, സൂര്യനിൽ നിന്ന് അകന്ന് വെളിച്ചത്തെ കാണാൻ സാധ്യമാണ്. അതുപോലെ ഭഗവാൻ രണ്ട് പ്രകൃതികളുണ്ട്. അത് വെവ്വേറെ രണ്ടായി പ്രതിപാദിക്കുമ്പോൾ പുരുഷൻ എന്നും പ്രകൃതി എന്ന് പറയണം. ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ നമ്മള് പ്രകൃതിയെ കാണുമ്പോൾ ഈ പ്രകൃതി ശക്തിയിൽ നിന്നുണ്ടാവുന്ന ഈ ലോകത്തെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്നുള്ള തോന്നലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പുരുഷൻ പ്രകൃതി എന്ന രീതിയിലാണ് വേദാന്തം പറയണത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ അവതാര പുരുഷ എന്നാ പറയുന്നത്. ആദ്യത്തെ അവതാരമായിട്ടാണ് പുരുഷനെ കണക്കാക്കുന്നത്. ആ പരബ്രഹ്മ ശക്തിയുടെ രണ്ട് ഭാഗങ്ങളാണ് പുരുഷനും പ്രകൃതിയും. പക്ഷെ അത് രണ്ടായിട്ടല്ല, ഒന്നിച്ച് പറഞ്ഞാൽ നിർഗുണ നിരാകാരമായിട്ടുള്ള പരബ്രഹ്മം. പക്ഷെ അതിനെ നമ്മൾ ഈ പ്രാവർത്തികമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഈ കാണുന്ന സൃഷ്ടികളും ഈ ജീവനും ഇതൊക്കെ തന്നെ ഭഗവാന്റെ തന്നെയാണ് ശരിക്ക്. പക്ഷെ അത് പ്രകൃതിഭാവത്തിൽ നിന്നുണ്ടായതാണ്. ഭഗവാന് ഈ സൃഷ്ടി ക്രമം ഉണ്ടാവണമെന്ന് തോന്നിയപ്പോൾ ഭഗവാന്റെ ഈക്ഷണ ശക്തിയിൽ നിന്നാണ് പ്രകൃതി ശക്തി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് കാലമായി കൂടിച്ചേർന്നുകൊണ്ട് അതിന് ശേഷമാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പരബ്രഹ്മ ശക്തിയിൽ രണ്ട് പ്രധാന ശക്തികൾ ഉണ്ടെന്നും അത് പുരുഷനും പ്രകൃതിയാന്ന് പറയാൻ നമുക്ക് സാധിക്കും. അപ്പോ ഭഗവാനെ ഒന്നിച്ച് ഒറ്റ ഇതിൽ കാണുമ്പോൾ അതില് പ്രകൃതിയെ വേർപിടിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. അതിന് പരബ്രഹ്മം എന്ന് തന്നെ പറയും. പഞ്ചസാരയിലെ മാധുര്യം പോലെ വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും. അത് പഞ്ചസാര എന്ന് പറയാന്നല്ലാതെ. അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അതിൽ നിന്ന് ഉണ്ടായതായി തോന്നിയതാണ്. അത് പ്രകൃതിയുടെ ശക്തി കൊണ്ടുണ്ടായതാണ്. അതിനെ വേറെയായിട്ട് പറയാൻ പറ്റില്ല. അത് ഭഗവാന്റെ തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ പരമാത്മാവാണ് ഈ സർവ ബ്രഹ്മാണ്ടത്തിന്റെയും എല്ലാത്തിന്റെയും നമ്മുടെ ജീവന്റെയും എല്ലാ സംഗതികളുടെയും അടിസ്ഥാനമായിട്ടുള്ളത്. അതൊക്കെ കൂടി ചേരുമ്പോൾ അതിനെ ആ പരബ്രഹ്മം എന്ന് പറയും. യോഗം, അത് മേളനം, അതൊക്കെ കൂടി കൂടുമ്പോൾ അത് യോഗമാണ്. അതാണ് പരമാത്മാവ്. അപ്പൊ അതിനെ വേർതിരിക്കുമ്പോൾ പ്രപഞ്ചം എന്ന് പറയാം, അത് പ്രകൃതി എന്ന് പറയാം. പ്രകൃതിയിൽ നിന്ന് ഈ പ്രപഞ്ചം, ഈ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ പ്രതിബിംബം. അപ്പൊ ഇതെല്ലാം കൂടി ശരിക്കും ഒരേ സംഗതിയാണ്. അത് ഒന്നിച്ചു കൂടുമ്പോൾ അതിനെ പരബ്രഹ്മം എന്ന് പറയും. അങ്ങനെ അത് വിഭജിക്കാൻ പറ്റാത്ത രീതിയിലാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ. വിഭജിക്കാൻ ഇല്ലാത്തതാണ്. പക്ഷെ ഇങ്ങനെ അതിൽ നിന്ന് പ്രപഞ്ചം എന്നുള്ളതൊക്കെ ഉണ്ടെന്ന് വന്നെങ്കിലും അതൊരിക്കലും വിഭജിക്കപ്പെട്ടതായ രീതിയിൽ അതിനൊരു കുറവും വന്നിട്ടില്ല. പരബ്രഹ്മത്തിന് അതുകൊണ്ടൊന്നും കുറവ് വന്നിട്ടില്ല. അതിൽ തന്നെയുള്ള ഒരു ശക്തി വിശേഷം അത് ഒരു സൃഷ്ടി രൂപത്തിലായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരബ്രഹ്മം ചെറുതായിട്ടില്ല. പരബ്രഹ്മം അതേമാതിരി തന്നെയാണ്. ഒരിക്കലും അത് കൂടുകയോ അത് കുറയോ ഒന്നുമില്ല. അതിന് മാറ്റങ്ങളൊന്നും ഒരു സമയത്തും ഇല്ല. അതെല്ലാം ആ പ്രകൃതി ശക്തിയുടെ ശക്തി കൊണ്ട് നമുക്ക് വേറെ വേറെയാണ് എന്ന് തോന്നുകയാണ്. അത് മാറിക്കിട്ടണമെങ്കിൽ ഭഗവാൻ പറയുന്നു, അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ജ്ഞാനഭാവത്തിലെത്തണം. ജ്ഞാനത്തിലെത്തുമ്പോൾ മാത്രമാണ് ഇവിടെ ഏകമായിട്ടുള്ള പരബ്രഹ്മം ഉള്ളൂ എന്ന് നമുക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിന് എങ്ങനെയാ ഉത്തരം പറയാം? ഈ കാണുന്ന ലോകം, ഞാനെന്ന് പറയുന്ന ജീവൻ, ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവണേയില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വേറെ വേറെയാണ്. ഞാനെന്ന് പറയുന്നത് വേറെ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വേറെ, ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ, അങ്ങനെ നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇത് എല്ലാം ഒന്ന് തന്നെയാണ്, വേറെ വേറെയല്ല. ഞാനെന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ആത്മാവിനെ അറിയാതെ അതിന്റെ പ്രതിബിംബമായിട്ടുള്ള ജീവനാണ് ശരി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിലോ എവിടെയാണ് നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെ കർമ്മങ്ങളൊക്കെയും ഈ ലോകത്തിലാണ്. ഈ ലോകവും ശരിക്കും യാഥാർത്ഥ്യമല്ല. ഈ ലോകം ഒരു സങ്കല്പത്തിൽ നിന്നുണ്ടായതാണ്, ഇത് സത്യമല്ല. പക്ഷെ ആ സങ്കല്പം ഉണ്ടായി വന്നത് ആ പരബ്രഹ്മത്തിൽ നിന്നാണ്. ഈ ജീവനും ഈ പരബ്രഹ്മത്തിൽ നിന്റെ ഒരു പ്രതിബിംബമാണ്. അപ്പൊ എല്ലാത്തിന്റെയും ആധാരം, അല്ലെങ്കിൽ എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അത് ഈ പ്രപഞ്ചവും ജീവനും സത്യമല്ല, അനിത്യമാണെന്ന് മനസ്സിലാക്കാൻ ആ ഏകമായിട്ടുള്ള പരബ്രഹ്മ ഭാവത്തിലേക്ക് നമ്മൾക്ക് ജ്ഞാനമാർഗത്തിൽ കൂടെ എത്താൻ സാധിക്കണം. അപ്പൊ അതിന് കർമ്മമാർഗവും
ചെയ്ത് ഭക്തി വളർത്തി ഭക്തിയിൽ കൂടെ ഒരു ഘട്ടത്തിൽ സഗുണ സ്വരൂപത്തിൽ കൂടെ നമുക്ക് നാമജപാദികളോട് കൂടിയിട്ട് ആ ഭഗവാനുമായിട്ടുള്ള സാമീപ്യത്തിൽ കൂടെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജ്ഞാനത്തിലെത്താൻ കഴിയുന്നതാണല്ലോ കഴിഞ്ഞതിൽ ഭഗവാൻ പറഞ്ഞത്. ഇതറിയണമെങ്കിൽ അങ്ങനെ ഒന്നാണ്, വേറെ വേറെയല്ല, ഏകമായതിന്റെ ഭാവങ്ങളാണ് എന്ന് അറിയണമെങ്കിൽ ജ്ഞാനത്തിലെത്തണം. അല്ലെങ്കിൽ ആ അജ്ഞാനത്തിൽ കടന്നുകൊണ്ട് ഇതൊക്കെ സത്യമാണ്, ഈ പ്രപഞ്ചം സത്യമാണ്, ഞാൻ എന്ന് പറയുന്ന ആ ഞാനും സത്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ഒരിക്കലും ജ്ഞാനമാർഗത്തിലെത്തില്ല. അപ്പൊ തത്വവിചാരം ചെയ്യണം, തത്വജിജ്ഞാസ വേണം. തത്വജിജ്ഞാസയിൽ കൂടെ തത്വവിചാരം ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ശരിയായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് എത്താൻ കഴിയുള്ളൂ. ഏറ്റവും അധികം കെട്ടുപിണഞ്ഞ് നൂലാമാലായി കിടക്കുന്ന സങ്കീർണ പ്രശ്നങ്ങളെ കൂടി വേഗത്തിൽ മനസ്സിലാക്കാൻ തക്കവണ്ണം ബാബ വിശകലനം ചെയ്യുന്നു. ശ്രോതാവും വായനക്കാരനും ഒരു മിന്നലിൽ അതിന്റെ ഉത്തരം മനസ്സിലാക്കുന്നു. ഒരു മണിക്കൂറിൽ വിസ്തരിച്ച വ്യാഖ്യാനത്തെ ഒരു ഉപമ, രൂപകം, ചെറുകഥ ഇവ കൊണ്ട് ചുരുക്കുന്നു. ചുരുക്കത്തിൽ ഭഗവാന്റെ ആഗമനം നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. നമ്മയെല്ലാം യമികളായ സാധകരാക്കി എടുക്കാനാണ്. ഈ ലോകത്തിന് ശാന്തിയും അഭിവൃദ്ധിയും ഉണ്ടാക്കി കൊടുക്കാൻ ശുദ്ധ ഹൃദയരും നിഷ്പക്ഷമതികളും കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികൾക്ക് അതീതരായവരും ആയ ആളുകൾ മാത്രമേ സാധ്യമാവൂ. അങ്ങനെ യമനിയമാതി ഗുണസ്ഥിതരായി സത്യസായിബാബയുടെ യോഗസന്നാഹത്തിൽ ചേരാൻ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ. വളരെ വളരെ 4 വരികളുണ്ടെങ്കിലും വലിയ ഒരു സന്ദേശമാണ് തന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച കാര്യങ്ങളൊക്കെ ഒരു കെട്ടുപിണിഞ്ഞ നൂലാമാല തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറച്ച് ബേസിക് നോളജ് വേദാന്തത്തിനുണ്ടെങ്കിൽ മാത്രമേ തന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ. അത് ഭഗവാൻ ഇത്രയും സങ്കീർണ പ്രശ്നങ്ങളെയൊക്കെ ഭഗവാന്റേതായ രീതിയിൽ ഒരു ഉപമ കൊണ്ടോ ഒരു ചെറുകഥ കൊണ്ടോ എന്തെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചിട്ടോ ഇത്രയും വ്യാപ്തമായിട്ട്, ഇത്രയും ബൃഹത്തായി അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമായിട്ട് മനസ്സിലാക്കാൻ വിഷമമുള്ള ഈ തത്വത്തെയൊക്കെ ഭഗവാൻ വളരെ വേഗത്തില് ചില ഉപമകളെ കൊണ്ടും ചെറുകഥകളെ കൊണ്ടൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അവതാര കാലത്തെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ കാലത്ത് നമ്മളെ സമകാലികത്വം കിട്ടിയ നമുക്കൊക്കെ ഏറ്റവും മഹാഭാഗ്യമാണ്. ഇത്തരം വേദാന്ത കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ദുഃഖകരമായ അവസ്ഥ എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ സത്യസായി ഭക്തരൊക്കെ ശ്രദ്ധിക്കുന്നില്ലെന്ന. സത്യസായി ഭക്തരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതിലുള്ള കാര്യം എന്ന് പറയുന്നത് ഭഗവാന്റെ മഹിമകളെ പറ്റി മാത്രം ആലോചിക്കുകയും അതിനെപ്പറ്റി പറയുകയും അതിലങ്ങോട്ട് മുങ്ങിപ്പോവുകയാണ്. പക്ഷെ ഭഗവാന്റെ ഈ അവതാര ഉദ്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാരതീയ തത്വചിന്തയിലെ വേദാന്ത കാര്യങ്ങളെ ഭക്തന്മാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് കേട്ട് നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുന്നു. അത് നമ്മൾക്ക് അവിടെ സാംശീകരിക്കാൻ സാധിക്കാതെയാവും. ഇതിലും വലുതായ ഒരു മഹാഭാഗ്യം കൽപ്പാന്തത്തിലായാലും കിട്ടില്ല. പൂർണ്ണ അവതാരത്തിന്റെ സമകാലികത്വം അത് കിട്ടിയിട്ട് ആ ഭഗവാൻ എത്രയോ പറഞ്ഞതിന് കടക്കില്ല. ആ കാര്യങ്ങളിലെ ഗഹനമായ സംഗതികളെ മനസ്സിലാക്കാതെ അത്യാവശ്യം നമ്മൾക്ക് ഈ ജീവിതത്തിൽ നിന്നും ലക്ഷ്യത്തിലെത്താൻ ഉള്ള കാര്യങ്ങളെ പറയുന്നതിന് മനസ്സിലാക്കാതെ മഹിമകളുടെ പകിട്ടിൽ മാത്രം സ്വാമി ഇത്രയോ പറഞ്ഞിട്ടുണ്ട്. ഒരു ആനപ്പുറത്ത് കടിക്കുന്ന ഒരു കൊതു കടിക്കുന്ന മാതിരിയാണ് ഈ മഹിമകൾ. ഇത് ആയിക്കോട്ടെ, ഭക്തി കൂട്ടാനൊക്കെ നല്ലതാണ്. പക്ഷെ അതിന് മാത്രം ഒതുങ്ങി നിന്നാൽ ഈ അറിയേണ്ടതിനെ നമുക്ക് അറിയാൻ സാധിക്കാതെയാവും. ഈ അറിയേണ്ടതിനെ ഭഗവാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാഹിനികളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ കുറച്ച് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത് നമ്മുടെ കയ്യിൽ എടുക്കുമ്പോഴേക്ക് തന്നെ അതിനോട് നമുക്ക് വിരക്തി വരുന്നു.
അതിനോട് ഇഷ്ടപ്പെടാതെയാവണം. അപ്പൊ അത് ആ വാഹിനികളൊക്കെ നമ്മൾ വായിക്കാതിരിക്കണം. അപ്പൊ അതാണ് ഈ ലോകത്തിന് ഉദ്ദേശം തന്നെ. ലോകത്തിന് ശാന്തി അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതൊക്കെ അറിയുന്നതായിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും. അവർക്ക് മാത്രമാണ് ശുദ്ധ ഹൃദയരാകാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമാണ് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമാണ് കാമക്രോധ ലോഭമോഹ മത മത്സര്യാദികൾ ഒക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ആൾക്കാർക്ക് മാത്രമാണ് ലോകത്തിൽ നിന്നും ഇവിടെ ലോകത്തിൽ നന്മ നിറയ്ക്കാനും സാധിക്കുള്ളൂ. അപ്പോ യമനിയമാദി ഗുണസ്ഥിതരായിട്ട് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് യോഗ അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ നമുക്കും സാധിക്കും. അത് നമ്മുടെ മഹാഭാഗ്യം എന്നാണ് ഇതിൽ ഈ ചെറിയ 4 വരിയിൽ കൂടെ കസ്തൂരി സ്വാമി പറഞ്ഞിട്ടുള്ളത്. 15ാമത്തെ ചാപ്റ്ററാണ് ഇനി. പ്രവർത്തനം ആരംഭിച്ചു. 1960 നവരാത്രി ആഘോഷത്തിന് വന്നവർക്ക് ബാബയുടെ രോമാഞ്ച കഞ്ചുകിതമാകുന്ന പ്രഖ്യാപനങ്ങളും തന്നെയും തന്റെ അവതാര ലക്ഷ്യത്തെ പ്രവർത്തനത്തെ പറ്റിയുള്ള പ്രസ്താവനകളും ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ആദ്യത്തെ ദിവസം ആസ്പത്രി ദിനമായിരുന്നു. കേവലം സരളശീലന്മാരും അജ്ഞരുമായ നാടന്മാരുടെ മസ്തിഷ്കത്തിൽ സങ്കീർണങ്ങളായ വേദാന്ത തത്വങ്ങൾ കുത്തിച്ചെലുത്തുന്നത് സമയത്തിന്റെയും ഉത്സാഹത്തിന്റെയും വെറും ദുർവ്യയമാണെന്ന് ബാബ പറഞ്ഞു. കായക്ലേശം വരുത്തുന്ന നിരാഹാരവ്രതങ്ങളും ഉപവാസങ്ങളും വെറും വിഡ്ഢിത്തമാണ്. ഗുരുനാഥന്മാർ അവരെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോരണം. ഇപ്പോഴും ഉള്ളയിടത്തു നിന്ന് ഒരു പടി മുന്നോക്കം വയ്ക്കുക, പിന്നെ അവിടെ നിന്നും വീണ്ടും ഒരു പടി മുന്നോക്കം. ഈ തരത്തിൽ ഓരോ ദുസ്സമ്പ്രദായവും ക്രമേണ വിട്ട് ജപം, ധ്യാനം എന്നിവയുടെ സമയം ദീർഘിപ്പിച്ച് നയിച്ചു കൊള്ളണം. എങ്ങനെയാണ് ഒരാളെ ആധ്യാത്മിക ഭാവത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം ഭഗവാൻ അവതരിച്ചിട്ടുള്ള ആ പ്രദേശത്തൊക്കെ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, അവർക്കൊന്നും ഇന്നത്തെ ശാസ്ത്രലോകത്തിന്റെ പഠനങ്ങളോ ഇതേമാതിരി ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ജനങ്ങളായിരുന്നു. അപ്പൊ അവരുടെ തനി നാടന്മാര്, അവരിലേക്കൊക്കെ ഈ വേദാന്തം അങ്ങനെ പച്ചയായ രീതിയിൽ കൊടുത്താല് അവരാർക്കും അത് സ്വീകരിക്കാൻ സാധിക്കില്ല. അവർക്ക് അതിന് കഴിവില്ല. അപ്പൊ അവരത് കേൾക്കില്ല. അവർക്ക് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരതിനെ വെറുതെ വിടും. അപ്പൊ സ്വാമി കുറേ മഹിമകളൊക്കെ കാണിച്ച് അവരെ തന്നെ അടുത്തേക്ക് ആകർഷിച്ചു. അപ്പൊ അന്നൊക്കെ എന്താ വെച്ചാൽ സ്വാമിയൊക്കെ വരുന്ന സമയത്ത് അവര് നിരാഹാരവ്രതം എടുക്കുക, ഉപവാസങ്ങൾ എടുക്കുക, എന്നിട്ട് കുറെ ഭഗവാനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുക, പ്രാർത്ഥിക്കുക. അതൊക്കെ വെറും വിഡ്ഢിത്തങ്ങളാണ് എന്ന് ആദ്യമായിട്ട് അവരെ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അവിടെ ഗുരുനാഥന്മാര് അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവര് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റിയിട്ട് അവര് ഉള്ള സ്ഥലത്ത് നിന്ന് ഒരടി മുന്നോട്ട് എങ്ങനെയെങ്കിലും ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അവിടുന്ന് വളരെ സാവധാനം അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കുക. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെ പറഞ്ഞിട്ട് അവര് മനസ്സിൽ കരുതിയിട്ടുള്ളതായ ദുസ്സമ്പ്രദായങ്ങളും അവര് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ മെല്ലെ ഇല്ലാതാക്കിയിട്ട് അവരെ ജപിപ്പിച്ചിട്ടും ധ്യാനിപ്പിച്ചിട്ടും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ആദ്യം കുറച്ച് സമയം, പിന്നെ കുറച്ച് നീട്ടി അവരെ ഒരു നല്ല സാധകൻ എന്ന രീതിയിലേക്ക് എത്തിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് പറഞ്ഞാലൊന്നും ആരും എത്തില്ല എന്നർത്ഥം. ഇത് നമുക്കും നമ്മളോടും പറയുന്നിട്ടുള്ള ഒരു സന്ദേശമായിട്ട് കണക്കാക്കണം. പിന്നെ നമ്മൾക്കൊക്കെ ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിലും ബാബ തന്നെ പറ്റിയും തനത് ലക്ഷ്യപ്രവർത്തനത്തെ പറ്റിയും സംസാരിച്ചു. വിദ്വാൻ ഭൂപാടി തിരുമലാചാർലുവിന്റെ ശ്രീ സത്യസായി ഗീതാ പഠനവും അതിന്റെ വ്യാഖ്യാനവും ബാബയ്ക്ക് പശ്ചാത്തലവും വിഷയവും നൽകി. കർമ്മസന്യാസം, ശരണാഗതി എന്ന 2 തത്വങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം ചെയ്യുവാനാണ് ഞാൻ പ്രത്യാഗമനം ചെയ്തിട്ടുള്ളതെന്ന് ബാബ പറഞ്ഞു. മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നു, അതുപോലെ സംശയവാരിതമായ മായാപടലം എന്റെ പ്രഭയെ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ മറച്ചു വെച്ചിരിക്കുന്നു.
അർജുനനെ പോലെ അജ്ഞാനത്തിൽ നിന്ന് പിറന്ന മോഹത്തെ എല്ലാവരും ത്യജിക്കണം. ഞാൻ എൻ്റെ എന്ന ശൃംഖലാബന്ധങ്ങളിൽ നിന്ന് മുക്തരാകണം. പ്രേമമാകുന്ന ബീജം, അതിന്റെ അങ്കുരം ഭക്തിയത്രേ. വിശ്വാസം വളവും സത്സംഗം മഴയുമാകുന്നു. അർപ്പണമാണ് ഭഗവാനോടുള്ള ഐക്യത്തിന്റെ ഫലം. ബ്രീഫായിട്ട് ഉള്ള ആ ഒരു നമ്മളൊക്കെ എങ്ങനെയാ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കേണ്ടതെന്നും എന്താണ് ഭക്തി കൊണ്ട് നമുക്ക് വരേണ്ടതെന്നും നമ്മള് സ്വീകരിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി കൊണ്ട് പറഞ്ഞു നോക്കുക. പിന്നത്തേത് നവരാത്രിയുടെ അടുത്ത 3 ദിവസങ്ങളിലെ പ്രഭാഷണം. അപ്പോ വിദ്വാൻ ഭൂപാടി തിരുമലാചാർലു അവിടെ ഗീതാ പഠനം നടത്തിയിരുന്നു, സത്യസായി ഗീതാ പഠനം. അപ്പൊ ഭഗവാന് അത് അടിസ്ഥാനമാക്കിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനൊന്നും സാധിച്ചു. അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ സ്വാമി അവിടെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാമി എന്താ അവതാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു വെച്ചാൽ കർമ്മസന്യാസവും ശരണാഗതിയും. ഇത് നമ്മള് പെട്ടെന്ന് ഞാൻ ഇതുവരെ പലപ്പോൾ വായിച്ചപ്പോഴും ഈ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കർമ്മസന്യാസവും ശരണാഗതി. അപ്പോ ഇത്ര ഒരു കാലത്തെ പരിചയം കൊണ്ട് എനിക്കിപ്പോ എൻ്റെ ഉള്ളിലെ പെട്ടെന്ന് തോന്നിയത് കർമ്മസന്യാസത്തിൽ പെട്ടതാണ് സേവാസാധന. അപ്പൊ ആ സേവാസാധന എന്ന് പറഞ്ഞാൽ കർമ്മസന്യാസം തന്നെയാണ്. ആ കർമ്മത്തിനെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ ഫലത്തിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നും കർമ്മങ്ങളെ ഒന്നും ചെയ്യാതെ അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് അതിനെല്ലാം ഈശ്വരാർപ്പിതമായിട്ട് ഭഗവാന് സമർപ്പിക്കുക, ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് എന്നാണ്. ആ കാര്യം ആണ് ഈ കലികാലത്തിലെ ഏറ്റവും ഉചിതമായത് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഭഗവാൻ കർമ്മസന്യാസവും ശരണാഗതി എന്ന തത്വങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്, പ്രഖ്യാപനം ചെയ്യാനാണ് ഞാൻ ഇവിടെ അവതരിച്ചിട്ടുള്ളതെന്ന് ഇവിടെ പറയാനുള്ള കാരണം. അപ്പൊ സ്വാമി പറയുന്നത് മേഘങ്ങൾ സൂര്യനെ മറയ്ക്കും. അതുപോലെ സംശയങ്ങളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ജനങ്ങൾക്ക് മായ, സംശയമാവുന്ന മായ ഭഗവാൻ പറഞ്ഞു എൻ്റെ പ്രകാശത്തെ, എൻ്റെ പ്രഭയെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കും. കാരണം നമ്മളൊക്കെ ആദ്യം ഭഗവാനെ പറ്റി കേട്ടപ്പോഴൊക്കെ നമുക്കൊക്കെ പലർക്കും ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ തോന്നലുണ്ടായിരുന്നില്ലേ? നമ്മളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ലല്ലോ. പിന്നെ മെല്ലെ മെല്ലെ പല കേട്ട് നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണല്ലോ നമ്മൾക്ക് ഭഗവാനോട് കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ടായത്, ഈശ്വരനാന്നൊക്കെ തോന്നിയത്. അപ്പോ ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളു ആ മായാവലയം കൊണ്ട് ഭഗവാന്റെ പ്രഭയെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് അർജുനന്റെ മാതിരി നമ്മളൊക്കെയും നമ്മുടെ വിവരമില്ലായ്മയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായ ആ മോഹത്തെ, ആ തെറ്റിദ്ധാരണയെ നമ്മൾ ത്യജിക്കണം. ഞാന് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും ഒക്കെ, നമ്മുടെ ദേഹസംബന്ധമായ ബന്ധങ്ങളാണ്. ദേഹത്തിൽ സത്യബുദ്ധി അതാണ് നമുക്ക് ഉണ്ടാവുന്നത്. ആത്മാവിനാണ് സത്യബുദ്ധി വേണ്ടത്. നമുക്കൊക്കെ ദേഹത്തിലാണ്. അപ്പൊ നമ്മൾക്കൊക്കെ ഓരോരോ സംഗതികളായിട്ടാണ് കൂടുതൽ അടുപ്പും താല്പര്യം. അർത്ഥധാര പുത്രേഷണങ്ങളിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ധനം, വീട്, ഇതിലൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം താല്പര്യത്തിലായിട്ടിരിക്കുന്നത്. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് അങ്ങേയറ്റത്തെ വേദനയും ഉത്കണ്ഠയും ദുഃഖമൊക്കെ ആയി. എന്റെ ശരീരം നശിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാത്ത രീതിയിലുള്ളതായിട്ടുള്ള ടെൻഷനും മനഃശാന്തി പോയിട്ട് അശാന്തിയായിട്ട് നമ്മൾ വളരെ ദുഃഖത്തോടു കൂടിയൊക്കെ ജീവിക്കും. ആ ശൃംഖലാബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തരാവണം സ്വാമി പറഞ്ഞുതരാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നൊക്കെ മുക്തരാവണം. എങ്ങനെ മുക്തരാവുക? ഞാൻ ശരീരമല്ല എന്ന ബോധം ഉണ്ടാവുന്ന വേണം, ഉറച്ചു കിട്ടണം. ഞാൻ ആ ഏകമായ എല്ലാ സ്ഥലത്തും എവിടെയും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ആത്മാവാണ് എന്ന ബോധം നമുക്ക് ഉറച്ചു കിട്ടുന്നവരെ നമ്മൾ ഈ അജ്ഞാനത്തിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും. അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ അജ്ഞാനത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മള് ഭഗവാനോട് സ്നേഹം, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ബീജം, അതിനെ കൂട്ടി പരാഭക്തിയുടെ ആ രീതിയിലേക്ക് എത്തണം. ഭക്തിയിൽ കൂടെ
ഭക്തി നമ്മൾക്ക് ഭഗവാനോട് വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെയും അതൊക്കെ ഉണ്ട്, നമുക്ക് ഭക്തിയുണ്ട്, വിശ്വാസവും ഉണ്ട്. പക്ഷെ നമ്മുടെ വല്ല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ ദേഹമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദേഹത്തെ വിടാൻ നമുക്ക് സാധിക്കണില്ല. നമ്മുടെ കുട്ടികളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, അല്ലെങ്കിൽ പൈസയുടെ കാര്യമൊക്കെ വരുന്ന സമയത്ത് നമ്മള് ചിലപ്പോൾ ദിവസങ്ങളോളം സ്വാമിയെ ആലോചിക്കാതിരിക്കും. ചിലപ്പോ എത്രയോ ഇരുന്നിട്ടുമുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നിസ്സഹായമായി വരുമ്പോൾ ആണ് നമ്മൾ ചിലപ്പോൾ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സൂക്കടാവോ, കുട്ടികളുടെ കാര്യത്തിൽ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ആണുമ്പോൾ നമ്മൾ അഹോരാത്രം അതിനു വേണ്ടിയിട്ട് വിഷമത്തോടുകൂടി പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം നിസ്സംഗഭാവത്തിൽ കണ്ടുകൊണ്ട് എല്ലാം ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണില്ല. വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയും, മുഴുവൻ ഭഗവാന് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് ഒടുങ്ങാത്തതായിട്ടുള്ള പ്രാരബ്ധങ്ങളായിട്ട് മാറുമ്പോൾ പിന്നെ അത് ഭഗവാന് സമർപ്പിക്കുകയാണ് വേണ്ടത്. വേണ്ട രീതിയിലൊക്കെ ചെയ്തു നോക്കുമ്പോഴൊന്നും അതിന് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ എന്താ വഴി? ഭഗവാനെ അങ്ങക്ക് സമർപ്പിക്കണം. എന്നിട്ട് ആ മനഃചാഞ്ചല്യമൊക്കെ കളഞ്ഞിട്ട് മിണ്ടാതിരിക്കുക. ഭഗവാൻ നോക്കിക്കോട്ടെ, ഭഗവാനോട് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ ചെയ്യട്ടെ എന്ന രീതിയിൽ അങ്ങനെ വിശ്വാസം വളർത്തിയിട്ട്, വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടു വേണം. ഭക്തിയിൽ ഏറ്റവും വേണ്ടത് അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ആണ്. നമ്മൾ തിരഞ്ഞെടുത്ത ആ ഈശ്വര സ്വരൂപത്തിൽ. അതേമാതിരി തന്നെയാണ് അതിനെ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ മഴയുടെ രീതിയിലാണ് സത്സംഗം. നല്ല മഴ കിട്ടിയാലല്ലേ സസ്യങ്ങളൊക്കെ വളരുള്ളൂ. അപ്പൊ ഭഗവാന്റെ വിശ്വാസം വളരണമെങ്കിൽ നല്ല സത്സംഗം വേണം. പിന്നെയോ അർപ്പണബോധം വേണം. എന്തും ഭഗവാൻ സമർപ്പിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നുള്ളൂ എന്നൊരു സ്ഥിതി വരികയാണെങ്കിൽ നമ്മൾ ഭഗവാനുമായിട്ട് വേഗത്തില് കൂടിച്ചേരുന്ന ആ രീതിയിലേക്ക് എത്തും. ഈ സത്സംഗവും അർപ്പണബോധവും അകമഴിഞ്ഞ വിശ്വാസവും അത് കൂടുമ്പോഴാണ് ഒരു ഭക്തി ശരിയായ ഭക്തി ആവുള്ളൂ. അല്ലെങ്കിലൊക്കെ ഗൗണി ഭക്തിയാവും, ഗുണസംബന്ധമായ ഭക്തിയാവും. ഭഗവാനോട് മാത്രം താല്പര്യത്തോടു കൂടിയിട്ടുള്ള ഭക്തിയിൽ ഇതൊക്കെ അത്യാവശ്യമാണ് ആണ് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെയും വളർത്തേണ്ടതായിട്ടുള്ള ആ ഭാവം, സാധനാഭാവമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ മാത്രം ആണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂവെങ്കിലും നമ്മുടെ മനസ്സ് അവിടെ നിൽക്കില്ലല്ലോ. മനസ്സ് അപ്പോഴേക്കും നമ്മൾ കെട്ടിപ്പൊക്കിയ നമ്മളെ വീടുകള്, നമ്മളെ വാഹനങ്ങള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ ജോലികള്, ഇതിലെല്ലാം കെട്ടിപ്പിണഞ്ഞ് കിടക്കല്ലേ. എൻ്റെ 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 ഞാൻ ഞാൻ എന്നുള്ള രീതിയിൽ. അതിൽ നിന്ന് അതൊക്കെ ഒന്നുമില്ലാത്ത കാര്യങ്ങളാണെന്നും യൂസ്ലെസ് ആണെന്നും, അതല്ല, അതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്നതായ ആ ചൈതന്യമാണ് സത്യമായിട്ടുള്ളതെന്നുള്ള ഭാവത്തിലേക്ക് ബോധം ശരിക്കും അങ്ങോട്ട് ഉറച്ചു കിട്ടണം. അതിന് പറ്റില്ല ഭക്തിയെ, ആ ഭാവത്തിലേക്ക് എത്തിക്കുന്ന ഭക്തിയെ പറ്റിയിട്ട് അപ്പൊ പറഞ്ഞത്. സത്സംഗത്തിൽ കൂടെ വിശ്വാസമൊക്കെ വളർത്തി ഭക്തി കൂട്ടി അർപ്പണഭാവത്തോടുകൂടി ഭഗവാനുമായിട്ട് കൂടിച്ചേരുക. അതിനെയാണ് സാധന പറയുക. ആ സാധന വളരെ വിശുദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഭക്തിമാർഗത്തിൽ കൂടെ നമുക്ക് ആ ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒരു കണക്കിന് നിങ്ങൾ ഭാഗ്യവാന്മാരാ. കാരണം ഇതിനു മുമ്പുള്ള തലമുറകൾക്ക് കിട്ടാത്തൊരവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. എന്താണത്? എന്നെ നിങ്ങൾക്ക് നേതാവായി ലഭിച്ചിരിക്കുന്നു. രക്ഷിതാവായും നിങ്ങളെ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാർഗത്തിൽ നിന്ന് തെറ്റുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ദുർലഭാവസരത്തെ നല്ല പോലെ വിനിയോഗിക്കുക. തവളകളെപ്പോലെ തോട്ടരികെ വികസിച്ചു നിൽക്കുന്ന താമരപ്പൂവിനെ അവഗണിച്ച് ചാടിപ്പോകരുത്. പക്ഷെ അരികെ നിന്നും അകലത്തു നിന്നും പൂന്തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകളെ പോലെയാകൂ. ഇത്തരം വാക്കുകൾ അധികൃതമായി ബാബയിൽ നിന്ന് നിർഗമിച്ചവ. എല്ലാവരും തൻ്റെ അടുത്ത് വന്ന് ശരണാഗതി അടഞ്ഞോട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന ബാബയുടെ എല്ലാ പ്രഭാഷണങ്ങളിലും നിർലോഭമുണ്ടായിരുന്നു. വിശ്വാസമുണ്ടാക്കുന്ന ശാന്തി തന്നെയാണ് അതിന്റെ ഫലം. അത് സത്യത്തെ വെളിപ്പെടുത്തി കൊണ്ടുവരും.
ശ്രീകൃഷ്ണനെ ഒരു ഇടയനാണെന്ന് നിങ്ങൾ നിனைക്കുകയാണെങ്കിൽ കൃഷ്ണനെ മാത്രമല്ല നിങ്ങളെ തന്നെയും നിങ്ങൾ മാടുമേയ്ക്കുന്നവരാക്കി തീർക്കും. ഭഗവാൻ നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ സർവാധികാരിയാണെന്ന് ധരിക്കൂ. അദ്ദേഹം നിങ്ങളുടെ തേരാളിയായിത്തീരും. അദ്ദേഹത്തെ നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാഫലമായി ഇത്ര എളുപ്പത്തിൽ നിങ്ങളുടെ അരികെ വന്നിരിക്കേ. നല്ലൊരു ഉപദേശം. നമ്മളെ മാതിരിയുള്ള ഭാഗ്യവാന്മാരുണ്ടാവൂ? ഈ കൽപ്പാന്തത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാവൂ? ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പുള്ള തലമുറകൾക്കൊന്നും കിട്ടാത്ത അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കണമെന്നാ പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ നേതാവാരാ? നമ്മുടെ യജമാനനാരാ? നമ്മുടെ ഗുരു ആരാ? നമ്മുടെ ഫ്രണ്ടും അച്ഛനും അമ്മയും ഒക്കെ ആരാ? എല്ലാം ഭഗവാൻ, രക്ഷിതാവ് ഭഗവാൻ. ഭഗവാൻ പറയുന്നു, ഞാൻ അങ്ങനെ നിങ്ങളുടെ നേതാവും രക്ഷിതാവും ഒക്കെ ആയിട്ട് നിങ്ങളെങ്ങനെ കാത്തുകൊണ്ടിരിക്കുക തൊട്ടടുത്ത്. നിങ്ങൾ മാർഗത്തുനിന്ന് തെറ്റി പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ. ഇത് വളരെ ദുർലഭമായ മഹാഭാഗ്യമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ നിങ്ങൾ നല്ലപോലെ വിനിയോഗിക്കൂ. തവളകളെ പോലെ തൊട്ടരികെ അസ്സല് താമരപ്പൂ ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ കാണാതെ അവഗണിച്ചിട്ട് അവിടേക്കും ഇവിടേക്കും ചാടിപ്പോകുന്ന തവളകളെ പോലെ ആവരുത് നിങ്ങൾ. അതെ, പക്ഷെയോ പൂന്തേൻ കുടിക്കാൻ വേണ്ടി എവിടെ നിന്നോ വന്ന് ആ താമരയിൽ നിന്ന് പൂന്തേൻ കുടിക്കാൻ വരുന്ന തേനീച്ചകളെ പോലെ ആവണം നിങ്ങൾ. എല്ലാ അർത്ഥങ്ങളുണ്ട് ഇതിൽ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തില് ഒരുപാട് ദൂഷ്യങ്ങളും മോശങ്ങളും തെറ്റായ കാര്യങ്ങളും ഒക്കെ നിറയെ ഉണ്ടെങ്കിൽ അവിടെ എവിടെങ്കിലും ആധ്യാത്മികമായൊരു ശക്തി കേന്ദ്രമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ ദൂഷ്യത്തിലേക്കും മോശമായ സ്ഥലങ്ങളിലേക്കും ചാടി പോവും. TV കണ്ടിട്ടും സിനിമ കണ്ടിട്ടും വലിയ ഹോട്ടലുകളിൽ പോയി മോശം ഭക്ഷണം കഴിച്ചിട്ടും കള്ളു കുടിച്ചിട്ടും സിഗരറ്റ് വലിച്ചിട്ടും അതൊക്കെ ദൂഷ്യങ്ങൾ. അതിനപ്പുറത്ത് നല്ലൊരു ദേവാലയമോ അല്ലെങ്കിൽ നല്ലൊരു ഗുരുവോ നല്ലൊരു ആധ്യാത്മിക സംഘടനയോ ഇതൊന്ന് അവിടെയൊക്കെ പോയി തേനീച്ചകള് നല്ല പൂവിൽ പോയി പൂന്തേൻ കുടിക്കുന്ന മാതിരി നമ്മൾ അവിടെ പോയി അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദോഷം വരുത്തുന്ന ഇതിനൊക്കെ കാണാതെ ദൂഷ്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവല്ല വേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇത് എൻ്റെ അടുത്ത് വന്ന് ശരണാഗതി പ്രാപിച്ചാൽ നിങ്ങളുടെയൊക്കെ എല്ലാ ദൂഷ്യങ്ങളും ഇല്ലാതാവും. ആ ശരണാഗതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ശരണാഗതി അടയണം. തേനീച്ചകള് പൂന്തേന് വേണ്ടി ഈ താമരയുടെ അടുത്തൊക്കെ എത്തുന്ന പോലെ. അപ്പോ അതിന്റെ ഫലം എന്താ? ശാന്തി തരും. അത് നിങ്ങൾക്ക് ശരിയായ സത്യത്തെ വെളിവാക്കി തരും. എന്നെ മുഴുവൻ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എന്ന് നോക്കാൻ പറയുന്നു. നിങ്ങള് ചിലര് പണ്ടുണ്ടായിരുന്ന പലരും ശ്രീകൃഷ്ണനെ വെറും ഒരു ഇടയനായിട്ട് കണക്കാക്കിയ മാതിരി കൃഷ്ണനെ മാത്രല്ല നിങ്ങളും കൂടിയിട്ട് മാടുമേയ്ക്കുന്നവരായിത്തീരും. ഭഗവാൻ കൃഷ്ണനെയൊക്കെ ഒരു ഇടയനാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ നിർഭാഗ്യവാന്മാരാണ്. നമ്മളും മാടുമേയ്ക്കുന്നവരുടെ രീതിയിലേക്ക് തന്നെ ആയിത്തീരും എന്നാണ് സ്വാമി പറയുന്നത്. ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവാധികാരിയാണെന്ന് ധരിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭഗവാനാണ്. ഭഗവാനാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതും നിങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ. ഭഗവാനെ ഒതുങ്ങി നിന്നു കൊടുക്കൂ. ഭഗവാന്റെ കൂടെ പോയിക്കോളൂ. ഭഗവാൻ ഒരിക്കലും ഭഗവാനിൽ നിന്ന് മാറിപ്പോവാതിരിക്കൂ. അങ്ങനെയാണെങ്കിലോ ആ സർവാധികാരിയായിട്ടുള്ള ഭഗവാൻ നിങ്ങളുടെ തേരാളിയായിട്ട് മാറും. നിങ്ങളെ ഒരു തേരിൽ കയറ്റി കൊണ്ടുപോയിക്കോളൂ. ശരിയായ സ്ഥലത്തേക്ക് എത്തിച്ചോളൂ. അർജുനന് ഭഗവത്ഗീത കേൾക്കുന്നതിന് മുമ്പേ എന്തൊക്കെ സംശയങ്ങളായിരുന്നു. എന്നിട്ട് അത് മുഴുവനായിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോഴും ഉള്ളില് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും സർവശരണാഗതി അപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഏകദേശം അതൊക്കെ മനസ്സിലായി. അങ്ങ് തന്നെയാണ് കാർപ്പണ്യദോഷോ ഇതകത സ്വഭാവ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകത്തിൽ കൂടി ഞാനിതൊക്കെ അങ്ങക്ക് അർപ്പിക്കുന്നു.
എനിക്ക് ധർമ്മം അധർമ്മം എന്താണെന്ന് ശരിക്കും വേർതിരിക്കാൻ പറ്റണില്ല. എനിക്ക് ഏതാണ് എന്റെ ധർമ്മ സമൂഢ ചിത്തനായിട്ടുള്ള എന്നെ ശരിയായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ്, അതിനുശേഷമാണ് യുദ്ധം ആരംഭിക്കുന്നതും തേരാളിയായിട്ട് ഭഗവാൻ കൊണ്ടുപോകണതൊക്കെ. ഇതേമാതിരി നമ്മളും ഭഗവാനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. എന്നെ വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചോളൂ, ഭഗവാനാണ് എന്റെ സർവാധികാരി, എന്റെ രാജാവ് ഭഗവാനാണ് എന്ന് മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് പോയാൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോയിക്കോളൂ തേരാളിയായിട്ട്. ഒരിക്കലും നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത്. പലരും പലതും പറയും, ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നടക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാമി പറയണു, എന്നെ ഒരു രീതിയിൽ നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല, എന്നെ അവിശ്വസിക്കാനും പാടില്ല. അത് വന്നാൽ നിങ്ങൾക്ക് തന്നെ ദോഷം, ഭഗവാനൊന്നുമില്ല. നിങ്ങള് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സൗഭാഗ്യം കൊണ്ട് നമ്മുടെയൊക്കെ ഇത്ര അടുത്ത് സ്ഥൂലഭാവത്തിൽ വന്നു നിന്നിട്ടും ഇപ്പൊ ഭഗവാൻ സൂക്ഷ്മഭാവത്തിലൊക്കെ ആയി. പക്ഷെ നമ്മളിപ്പോ ഇതിലുള്ള ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഭഗവാനെ കണ്ടവരാണല്ലോ. ഈ അനുഭവമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്നും നിന്നില്ലെങ്കിൽ അത് ആരുടെ ദോഷം? നമ്മുടെ നിർഭാഗ്യം, ഭാഗ്യദോഷം എന്നല്ലാതെ എന്താ പറയുക? ഇതിലും വലുതായ ഒരു ഭാഗ്യം നമുക്ക് വേറെ നേടാനുണ്ടോ? പ്രാരംഭമായി മനസ്സിനെ തയ്യാറാക്കുക എന്നൊരു ഘട്ടം കഴിഞ്ഞില്ലെങ്കിൽ ഈ അവതാരത്തിന്റെ മുഴുവൻ പ്രഭാപൂർവം കണ്ട് ആനന്ദിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ എന്റെ പൂർണ്ണ തേജസ്സിനെ അംശീകമായിട്ടേ കാണിച്ചു തരുന്നുള്ളൂ. വിഭൂതി സൃഷ്ടിക്കുക മുതലായ അത്തരത്തിൽപ്പെട്ടതാകുന്നു. ആകർഷണ വസ്തുക്കൾ വല്ലതും കാണിച്ച് ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് വലിച്ചു ചേർക്കലല്ല എൻ്റെ ഉദ്ദേശം. ഉദ്ദേശശൂന്യമായിട്ടാകുന്നു ഞാൻ സന്തോഷം ചൊരിയുന്നത്. അതുകൊണ്ടാണ് മഹിമകൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവ്യത്വത്തിന്റെ മൂടുപടം നീക്കി അദ്ദേഹം പറയുകയാണ്, ചില അജ്ഞർ എന്നെപ്പറ്റി എനിക്ക് ഇരട്ട വ്യക്തിത്വമുണ്ട് എന്ന അഭിപ്രായം തട്ടിമൂടിക്കുന്നുണ്ട്. അധിക സമയവും ദൈവത്വമുണ്ടെന്നും ബാക്കി സമയം മനുഷ്യത്വമുണ്ടെന്നും. പക്ഷെ സർവദാ എനിക്ക് ഗുരുത്വം മാത്രമേയുള്ളൂ. ഈശ്വരൻ മാറുകയോ പരിവർത്തന വിധേയമാവുകയോ ചെയ്യുന്നില്ല. നാം തമ്മിൽ സാധാരണയിലും ഉപരിയായ ആധ്യാത്മിക ബന്ധമുണ്ട്. കാണാൻ വന്നവർ കാണേണ്ടത് വെറും ബന്ധം മാത്രമല്ല. അതിനാലാണ് ഈ പറയുന്നത്. ആദ്യമായിട്ട് വേണ്ടത് മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കുക. ഈ ഭഗവാൻ പൂർണ്ണ അവതാരമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിൽ പലരും പ്രഭാഷണം നടത്തുന്നവരൊക്കെ അങ്ങേയറ്റത്ത് ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് പറയുന്നവർക്ക് ഉറപ്പിച്ചിട്ട് ഇത് പരിപൂർണ അവതാരമാണ്, ഭഗവാൻ കൃഷ്ണനെക്കാളും അപ്പുറത്യ അവതാരമാണ് എന്ന് പറയാൻ മടിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ 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 കുറച്ചു പേരെ മാത്രമാണ് അടിച്ചു പൊട്ടിച്ച് ഇത് ഈശ്വരനാണ് എന്ന് പറയുന്നുള്ളൂ. അവരുള്ളിൽ ഒരു സംശയം, അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ലജ്ജ വരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും എന്നെ പറ്റി വിചാരിക്കുക? ഞാൻ വലിയ IAS കാരൻ, ഞാൻ വലിയ ഹൈക്കോടതി ജഡ്ജ്. പല ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ പ്രസംഗിക്കുന്നു ഒക്കെ ഞാൻ കേൾക്കുന്ന സമയത്തൊക്കെ അവർ കരുതലോടെയൊക്കെയാണ് സംസാരിക്കുക. ആധ്യാത്മിക പ്രഭാഷണത്തിൽ ഭഗവാനെ പറ്റി പറയുമ്പോൾ അവിടെ കരുതലൊന്നുമില്ല, അത് ഹൃദയത്തിൽ നിന്ന് ചാടുകയാണ് അങ്ങോട്ടേക്ക്. ആ വിശ്വാസവും ഭക്തിയും ഒക്കെ ആര് കേൾക്കുന്നുണ്ടെന്നോ ആരെങ്കിലും എന്നെ പറ്റിയിട്ട് മോശം പറയുമെന്നുള്ള തോന്നലൊന്നും അപ്പഴില്ല. എല്ലാം അതിലങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടാണ് എൻ്റെ ഭഗവാൻ ഈശ്വരൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടത്. അതല്ലെങ്കിൽ കാര്യമില്ല. അതിവിടെ പറഞ്ഞു ഭഗവാൻ, ഇവിടെ പറഞ്ഞു, ഒരു ഘട്ടം കഴിഞ്ഞില്ലെങ്കിൽ ഈ അവതാരത്തിന്റെ മുഴുവൻ പ്രഭാപൂർവം കണ്ട് ആനന്ദിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവില്ല. അതിനാൽ എൻ്റെ പൂർണ്ണ തേജസ്സിന്റെ ഒരംശം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. സ്വാമി പറയാ, എന്തോ കുറച്ചൊക്കെ കാണാം, ഈ വിഭൂതി സൃഷ്ടിക്കുക, ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞെടുക്കും. അവര് അതാ കണ്ടിട്ടുള്ളൂ, അതിനപ്പുറത്തുള്ളത് കണ്ടിട്ടില്ല. ആ രീതിയിലല്ല ഭഗവാനെ കണ്ടിട്ടുള്ളത്. അവരെ മനസ്സ് ദൃഢമാക്കിയിട്ടില്ല. അതുകൊണ്ട് ആകർഷണ വസ്തുക്കളൊക്കെ കാണിച്ചിട്ട് മഹിമയൊക്കെ ചെറുതാക്കി കാണിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു ചേർക്കാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്, ഒക്കെ ഭക്തന്മാരുണ്ടാക്കാനല്ല. നിങ്ങൾക്ക് ഞാൻ സന്തോഷം, പൂർണ്ണമായ സന്തോഷം അത് ചൊരിയാൻ വേണ്ടി വന്നതാ. അപ്പൊ മഹിമ കാണിച്ച് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് വരുത്തണു. അപ്പോ ചിലരെ എന്നെ പറ്റി പറയും,
മുഴുവനൊന്നും ഈശ്വരീയതൊന്നുമില്ല കേട്ടോ. കുറെയൊക്കെ മനുഷ്യന്മാരെ മാതിരി തന്നെയാണ്. ചില സമയത്ത് കണ്ടില്ലേ, അത് പറയണതൊന്നും ശരിയാവണില്ല. പക്ഷെ ഭഗവാൻ പറയാ, എനിക്ക് ത്വം മാത്രമേ ഉള്ളൂ. മനുഷ്യത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോ പറയാം, ത്വം എന്ന് പറഞ്ഞാൽ ഏകം, അദ്വൈതം. ഭഗവാൻ ഞാൻ മാറുക, പരിവർത്തനത്തിന് വിധേയമാവോ ഒന്നും ചെയ്യുന്നതല്ല. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരബ്രഹ്മമാണെന്ന് അതിശക്തമായിട്ട് ഇതാ ഇവിടെ സ്വാമി പറഞ്ഞിരിക്കുന്നു. ഒരു സംശയം വേണ്ടാന്ന്. നമുക്ക് തമ്മില് സാധാരണത്തെക്കാളും വലിയൊരു ആധ്യാത്മിക ബന്ധമുണ്ട് കാലാകാലങ്ങളായിട്ട്. എത്രയോ ജന്മ സമയത്തിൽ കൂടി, ജന്മാന്തരങ്ങളിൽ കൂടി നമ്മളും ഈശ്വരനുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമുക്കിപ്പോ ഈ സമയത്ത് ഈ സമകാലികത്വം കിട്ടിയിട്ടുള്ളത്. ആ ഒരു ബന്ധമല്ല, അതിലപ്പുറത്തേക്കുള്ള ആ മഹാഭാവത്തിലേക്കാണ് നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തത്വം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇതേ കാര്യങ്ങളാണ്. നമ്മളൊക്കെ സമിതികളിലൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിൽ സംശയം ഇതൊന്നും അങ്ങനെയൊന്നും ആവില്ല എന്ന് തോന്നിയ ആള് വെറുതെ ഇതൊന്നും വായിച്ചിട്ടൊന്നും ഭഗവാന്റെ അവിടെ പോവും വേണ്ട, ഒരു കാര്യവും ഉണ്ടാവില്ല, ഒന്നും കിട്ടാൻ പോണില്ല. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ സർവശക്തനായിട്ടുള്ള ഈശ്വരനാണെന്നും എന്റെ എത്രയോ ജന്മാന്തര സുഹൃതം കൊണ്ടാണ് എനിക്ക് ഈ അവസരം കിട്ടിയതെന്നും ഈ അവസരം ഭഗവാൻ പറഞ്ഞ മാതിരി ജീവിച്ചിട്ട് എനിക്ക് യമ നേമാദി ജപ ധ്യാനാദികളിൽ കൂടെ ആ ദൃഢമായ ശക്തി, ആ ഭക്തി, ദൃഢമായ ഭക്തി ഉറപ്പിച്ചുകൊണ്ട് നിരതിശയമായ ഭക്തിയിൽ കൂടെ പരാഭക്തി ഭാവത്തിൽ എത്തിയിട്ട് ജ്ഞാനം നേടിക്കൊണ്ട് ഈ ജന്മം നമ്മൾ സഫലീകരിക്കണം. അതിനാണ് ഭഗവാൻ വന്നത് എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറയുക. അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു സംശയം വന്നു പോയാൽ എല്ലാം പോയി. സ്വാമി പറയണു, ഞാൻ അംശീയമായിട്ടുള്ള കാര്യങ്ങളാ നിങ്ങൾക്ക് അപ്പൊ കാണിച്ചു തരുന്നു. പൂർണ്ണമായൊരു പ്രഭ നമുക്ക് അറിയാൻ സാധിക്കില്ല. പൂർണ്ണപ്രഭ എന്താ? പരബ്രഹ്മ തത്വത്തിന്റെ പൂർണ്ണപ്രഭ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ജ്ഞാനം. ഞാൻ ആ പരമാത്മാവാണെന്നുള്ള ബോധം. അതാണ് ഈ അവതാരത്തിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെയും ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുത്തിവെക്കണം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ബാക്കിയുള്ളവര് നമ്മളെ പറ്റി പറയുന്നതും നമ്മളിത് പറയുമ്പോൾ ബാക്കിയുള്ളവര് നമ്മളെ എന്താണ് മോശമായിട്ട് പറയുന്ന ഒന്നുമല്ല കാര്യം. നമ്മൾ ആരോടും ഇതൊന്നും പറയാൻ പോണ്ട, പക്ഷെ നമ്മുടെ ഉള്ളില് ഇത് ഉറച്ചിട്ടുണ്ടായിരിക്കണം. അതിനുള്ളൊരു ശക്തി ഭഗവാൻ നമുക്ക് തരട്ടെ. നമ്മളെ ഭഗവാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാധകന്മാരാക്കി മാറ്റട്ടെ. അതിന് ഭഗവാനെ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഖ്യാനം ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. സായിറാം. സായിറാം. ശാന്തി മന്ത്രം ജപിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. സായിറാം.